ഓരോ ടീമുകളും റീറ്റെയിൽ ലിസ്റ്റ് സമർപ്പിക്കേണ്ട അവസാനത്തെ ദിവസം ഈ മാസം 31-നാണ്. അതുകൊണ്ട് എല്ലാ ടീമുകളും തിരക്ക് പിടിച്ച ചർച്ചയിലാണ്. ആരൊക്കെ ഒഴിവാക്കും, ആരൊക്കെ നിലനിർത്തും. ഒരു ടീമിൽ 6 താരങ്ങളെ മാത്രമേ നിലനിർത്താൻ സാധിക്കൂ. അതുകൊണ്ട് ഇപ്പോൾ ടീമുകൾക്ക് കൺഫ്യൂഷനാണ്. ടീമിൽ മികച്ച കളിക്കാർ ഒരുപാടുണ്ട്. അവരിൽ നിന്ന് 6 താരങ്ങളെ മാത്രം നിലനിർത്താൻ സാധിക്കില്ല. ഇപ്പോഴത്തെ രാജസ്ഥാൻ ഒരുവിധം തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. രാജസ്ഥാന്റെ റീറ്റെയിൽ ലിസ്റ്റ് എത്തിയിരിക്കുകയാണ്. സഞ്ജുവിനെ രാജസ്ഥാൻ ഒഴിവാക്കുമെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ IPL നോക്കിയാൽ ഏറ്റവും കൂടുതൽ മികച്ച താരങ്ങളുള്ളത് രാജസ്ഥാനിലാണ്. അതുകൊണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. എങ്കിലും രാജസ്ഥാന്റെ റീറ്റെയിൽ ലിസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായിട്ട് റിട്ടേൺ ചെയ്യുന്ന താരത്തിന് 18 കോടിയാണ് ലഭിക്കാൻ പോകുന്നത്. രാജസ്ഥാന്റെ ആദ്യത്തെ ചോയ്സ് സഞ്ജു ആയിരിക്കും. ഇനി സഞ്ജുവിന് ടീമിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. രാജസ്ഥാൻ സഞ്ജുവിന് വിടാൻ സാധ്യത കുറവാണ്. ഇനി ജോസ് ബട്ട്ലർ, ജയ്സ്വാൾ, ട്രെന്റ് ബോൾട്ട്, ചഹൽ, സന്ദീപ് ശർമ്മ ഈ 6 താരങ്ങളെ ആയിരിക്കും രാജസ്ഥാൻ നിലനിർത്താൻ പോകുന്നത്. സഞ്ജുവിന്റെ IPL ചരിത്രത്തിലെ റെക്കോർഡ് തുകയാണ് ലഭിക്കാൻ പോകുന്നത്. 18 കോടിയാണ് അടുത്ത IPL സഞ്ജുവിന് ലഭിക്കുന്നത്. ഓരോ 3 വർഷം കഴിയുമ്പോഴാണ് മെഗാ ഓപ്ഷൻ വരുന്നത്. ഇപ്രാവശ്യം മെഗാ താരലേലമാണ്. നവംബർ ഡിസംബറിലായിട്ടാണ് ലേലവിളി നടക്കുന്നത്. അടുത്ത IPL ടീമുകൾ അടിമുടി മാറുമെന്നത് ഉറപ്പാണ്. ഓരോ ടീമിലേക്കും പുതിയ താരങ്ങൾ എത്തും. അതുകൊണ്ട് അടുത്ത IPL വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. രാജസ്ഥാന് ഇപ്രാവശ്യവും മികച്ച താരങ്ങൾ ഒരുപാടുണ്ട്. ലേലത്തിൽ വമ്പൻ താരങ്ങളെയാണ് ഇപ്പോൾ രാജസ്ഥാൻ നോട്ടമിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത IPL രാജസ്ഥാന്റെ ക്യാപ്റ്റൻസി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ രാജസ്ഥാൻ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങൾ ആരായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.